everybody. അപ്പൊ നമ്മളുടെ ബയോളജി എക്സാം ഡേറ്റിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. 14-ാം തീയതിയാണ് നമ്മളുടെ എക്സാം എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ തമ്പിൽ കാണിച്ച പോലെ 14-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ 5 മിസ്റ്റേക്സ് ചെയ്താൽ ബയോളജിയിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. മുൻപത്തെ പ്ലാൻ പ്രകാരം നിങ്ങൾ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയൊരു ചേഞ്ച് വന്നതോടെ ചില ആളുകളുടെ എങ്കിലും ആ സ്റ്റഡി പ്ലാനിന് ഇത് നെഗറ്റീവ്ലി ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരിക്കും. ചിലരെ ഇത് പോസിറ്റീവ് ആയിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് എക്സാം എഴുതാനും പ്രിപ്പയർ ചെയ്യുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ മിസ്റ്റേക്സ് നോക്കാം. അപ്പം നമ്മൾ നോർമലി മിക്ക കുട്ടികളും സാധാരണ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ബയോളജി എന്ന് പറയുന്നത് പഠിക്കാൻ ഈസി ഉള്ള സബ്ജക്റ്റ് ആണ്, കുറച്ചും കൂടി ഈസി സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ഓവറോൾ മാർക്കിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ തരാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കി സബ്ജക്ട്സ് എക്സാമിന് മുൻപുള്ള ദിവസങ്ങളിൽ, അതായത് കുറച്ച് സ്റ്റഡി ലീവ് കിട്ടുകയാണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ബാക്കി സബ്ജക്ട്സ് ഒന്ന് സെറ്റ് ആകാം. ബയോളജി അത്രയല്ലേ ഉള്ളൂ. ആ ലാസ്റ്റ് ഡേറ്റിൽ, അതായത് എക്സാമിന് മുൻപുള്ള ആ തലേ ദിവസം നോക്കിയാലും ബയോളജി അത്യാവശ്യം കഷ്ടി നമുക്ക് അങ്ങ് ജയിച്ചു പോകാം എന്ന് വിചാരിക്കും. യെസ്, അപ്പൊ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ദിവസം ബാക്കിയുണ്ട്. 14-ാം തീയതിയുടെ തലേ ദിവസം, അതായത് 13-ാം തീയതി രാത്രി വരെ ബയോളജി എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ചാപ്റ്ററിന്റെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, ജനറ്റിക്സ് ഉണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, എല്ലാം ഒരേപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. മുൻപേ പഠിച്ച ഒരു ധാരണ ഉണ്ടാക്കി വെച്ചോളൂ. ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഷോർട്ട് നോട്ട്സ് കയ്യിലുണ്ടായിരിക്കണം. ലാസ്റ്റ്, അതായത് എക്സാമിന്റെ തലേ ദിവസത്തിന് ഇത് പഠിക്കാൻ വെയിറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. ബിക്കോസ് ഈസി സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എക്സാം ഹാളിൽ പോയിട്ട് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അടുത്ത കാര്യം, പല കുട്ടികളും ഈ തലേ ദിവസം ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് നോട്ട്സ് മിക്കവാറും കംപ്ലീറ്റ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സുള്ള ആളുകൾ മിക്കവാറും തലേ ദിവസം ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് നോട്ട് വാങ്ങാനും അത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലെ. അതിന് ലാസ്റ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ആദ്യം തൊട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അതിന് മാത്രം നമുക്ക് സമയമില്ല. എന്താണെങ്കിലും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു നോട്ട്സ് കളക്ട് ചെയ്ത് അതനുസരിച്ച് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം തന്നെ അത് റെഡിയാക്കി വെച്ചോളാം. തലേ ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ബിക്കോസ് വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ട് ആ നോട്ട് കിട്ടി രാത്രി ഇരുന്നിട്ട് ഇതിങ്ങനെ ഒറ്റ റൗണ്ടിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സാം ഹാളിൽ നല്ല പണിയാണ് കിട്ടാൻ പോകുന്നത്. അടുത്തത്, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ബയോളജി നിങ്ങൾക്ക് നോട്ട്സ് കിട്ടി. മിക്ക കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ, ഈ 5 ചാപ്റ്ററും ആദ്യത്തെ സെന്റൻസ് തൊട്ട് ലാസ്റ്റ് സെന്റൻസ് വരെ ഇങ്ങനെ വെറുതെ വായിച്ചു പോകും. എല്ലാ ചാപ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ടോപ്പിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏത് ചാപ്റ്റർ ആണ്, എത്ര വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്, വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററിൽ കൂടുതൽ സമയം കൊടുക്കണം. അത് മാത്രമല്ല ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഇമ്പോർട്ടന്റ് ഏരിയാസിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ടു ലാസ്റ്റ് വരെ വായിച്ചു പോകുന്നു, എന്നിട്ട് ഇത് ഞാൻ പഠിച്ചു വെച്ചേക്കാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരട്ടെ, ഞാൻ പഠിച്ചു, എന്താണോ എനിക്ക് ഓർമ്മയുള്ളത് ആ ഓർമ്മയുള്ള വെച്ചിട്ട് എഴുതാം. അങ്ങനെയല്ല. വെയിറ്റേജ് ഉള്ള ഏരിയാസ്, സബ്ജക്ട്, ചാപ്റ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾ അറിഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മാർക്കിൽ വലിയൊരു ചേഞ്ച് ആണ് അത് സൃഷ്ടിക്കാൻ പോകുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, എക്സാം ഹാളിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുൾ പഠിച്ച കുട്ടികൾ വരെ മാർക്ക് കളയുന്ന ഒരു പ്ലേസ് ആണിത്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടില്ല. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല, അപ്പൊ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനായിരിക്കും പ്ലാൻ. അത് ക്വസ്റ്റ്യൻ നമ്പർ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം കയറിയിട്ട് എഴുതിപ്പോവും. അതേപോലെ ഇംപ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു പോവും, A B എന്നുള്ളതൊക്കെ തെറ്റിയിടും. അത് കൂടാണ്ട് ചില കുട്ടികൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ആ ചോദ്യത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന കാര്യം എല്ലാം അതിൽ എഴുതും. ആ എഴുതുന്നതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ എന്താണോ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എഴുതാൻ മറന്നു. സോ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ നിങ്ങൾ വളരെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്ക് ടീച്ചേഴ്സിന് ആ ഒരു ആൻസർ ഷീറ്റ് കാണുമ്പോൾ തന്നെ നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകണം. അതുപോലെ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതുവാണെങ്കിൽ അതിന് മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്,
പറയുന്നത്. യെസ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ബയോളജി എന്ന് പറയുന്നത് മെമ്മറി കുറച്ച് അത്യാവശ്യമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണല്ലോ അല്ലെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ എന്ത് നോട്ടാണോ നിങ്ങൾക്ക് കിട്ടിയത് അതനുസരിച്ച് നിങ്ങൾ വായിച്ചിട്ട് പോകും. എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വായിച്ചു എന്നല്ലാതെ പറയുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. ബിക്കോസ് എല്ലാ ലൈനും വായിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. അപ്പം എന്തോ എനിക്ക് മറവിയാണ്, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, മറന്നു പോകുമെന്ന് പറഞ്ഞാൽ ആകെ സങ്കടപ്പെടും. അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനുശേഷം ആ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. സോ നിങ്ങൾക്ക് സമയമുണ്ട്, 2-3 ദിവസം ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ആ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ അനുസരിച്ച് പറ്റുമെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതുപയോഗിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ എക്സാമിന്റെ തലേദിവസം അല്ലെങ്കിൽ തൊട്ട് മുൻപ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ കോൺസെപ്റ്റും എടുത്തിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എടുത്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ആയിട്ട് എഴുതി നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുകയോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ലൈക്ക് നിങ്ങൾക്ക് ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. അല്ലാതെ നിങ്ങൾ വായിച്ചിട്ട് ഫസ്റ്റ് പോയിട്ട് എക്സാം ഹോളിൽ ആൻസർ ഷീറ്റിലാണ് എഴുതാൻ പോകുന്നെങ്കിൽ പകുതി പോയിന്റിൽ വെച്ച് നിങ്ങൾ സ്റ്റക്ക് ആവും. അപ്പം അതാണ് നമ്മളുടെ പ്രാക്ടീസിന്റെയും റിവിഷന്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബയോളജി കറക്റ്റ് ആണ്, ഈസി സബ്ജക്റ്റ് ആണ്, ഓവറോൾ മാർക്കിൽ നല്ല കോൺട്രിബ്യൂഷൻ തരാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇതിൽ മാക്സിമം സ്കോർ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിനേക്കാളും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. സോ അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഓണം എക്സാം അല്ല, ഫൈനൽ എക്സാമിന് ഫുൾ A+ വാങ്ങുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. സോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്, ഈച്ച് ആൻഡ് എവറി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷനിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. അതനുസരിച്ച് കാര്യങ്ങൾ കാണുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് എക്സാമുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസിലോ ഏതെങ്കിലും ചാപ്റ്റേഴ്സിലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ടോപ്പിക്കിലോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേക റിക്വയർമെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ടോപ്പിക് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.